രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യങ്ങളെ പറ്റിയാണ് നാം ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടുകൂടെ ഗ്രഹിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, പരിശുദ്ധാത്മാവിനെ പറഞ്ഞിരിക്കുന്ന സാദൃശ്യങ്ങൾ, 1 അഗ്നി എന്ന് നമ്മൾ പഠിച്ചു, 2 കാറ്റ് എന്ന് പഠിച്ചു, 3 വെള്ളം, നദി എന്ന് പഠിച്ചു. ഇന്നലെ നമ്മൾ ഏറ്റവും അവസാനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് എണ്ണ എന്ന ഒരു സാദൃശ്യമാണ്. എണ്ണ, ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ വളരെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയി. ദൈവ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ കർത്താവ് നമുക്ക് കൃപ നൽകി. 23-ാം സങ്കീർത്തനം പറയുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടും പരിശുദ്ധാത്മാവുള്ള ശുശ്രൂഷയോടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രകാശപൂരിതമായ ജീവിതത്തോടും ഈ എണ്ണയുടെ അനുഭവത്തെ ചേർത്ത് പഠിക്കാം എന്ന് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തില്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു ദൗത്യത്തിനായി ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് ധ്യാനിക്കണം. ഇത് സൗരഭ്യവാസന ഉള്ളതാണ്. ഈ അഭിഷേക തൈലത്തിന്റെ പ്രത്യേകത, ഇത് സൗരഭ്യവാസന പരത്തുന്നതാണ്. ഈ തൈലം അവൻ സുഗന്ധം പരത്തുന്ന തൈലമാണ്. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു എന്ന് സ്വച്ഛ ജഡമാംസ തൈലത്തിന്റെ ഭരണി പൊട്ടിച്ച് മറിയ തൈലം പകർന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നാം വായിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കും. നമ്മുടെ തൈലത്തിനകത്ത് ചത്ത ഈച്ച വീഴാൻ പാടില്ല എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് അവിടെ എഴുതിയിരിക്കുമ്പോൾ തന്നെ നാം സുഗന്ധമുള്ളവരാണെന്ന്, ക്രിസ്തുവിന്റെ സൗരഭ്യം വഹിക്കുന്ന ദൈവമക്കളാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്നു രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്കറിയാം, ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോഴൊക്കെ വൈകുന്നേരത്ത് ജസ്റ്റ് നടക്കാനായിട്ട് ഞങ്ങൾ പോകാറുണ്ട്. നടക്കാൻ പോകുമ്പോ ചിലര് ഞങ്ങളുടെ മുന്നിൽ കൂടെ ബൈക്കിലോ സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നൊക്കെ പോയി കഴിയുമ്പോൾ അവർ പോകുന്ന റോഡിൽ മുഴുവൻ ഭയങ്കര മണമാ, നല്ല മണമാ. അപ്പൊ നമ്മൾ പറയും, ഓ എന്തോ ഒരു കൂടിയ അത്തറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടിയ എന്തോ സെന്റാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സൗരഭ്യം. അവർ പോയി കഴിഞ്ഞാലും അനവധി സമയങ്ങൾ ആ റോഡിൽ ആ മണം ഇങ്ങനെ നിൽക്കും. എന്നാൽ അവൻ ചില സ്ഥലത്തൂടെ നമ്മൾ പോകുമ്പോ വലിയ ദുർഗന്ധമായിരിക്കും, നമ്മളെ മൂക്കുമുത്തും. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തുന്ന ആമേൻ ദൈവമക്കളായി നമ്മൾ ഈ ഭൂമിയിൽ ശോഭിപ്പാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. നമ്മൾ നടക്കുന്ന വഴിയിൽ, നമ്മൾ പോകുന്ന സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ എല്ലാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നമ്മളിൽ മണക്കട്ടെ. എന്തിനാണ് കർത്താവ് നമ്മളെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തത്? എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എണ്ണ തലമേലൊഴിച്ചാൽ അത് കണ്ണുകളെ നനച്ചുകൊണ്ട് താഴെ ഒരു ഭരണി എണ്ണ നിങ്ങളുടെ തലയിൽ ഒഴിച്ചാൽ എങ്ങനെയിരിക്കും? ഷവറിന്റെ അടിയിൽ നിൽക്കുന്നത് പോലെ ആ എണ്ണ നിങ്ങളുടെ കണ്ണുകളെ നനയിക്കും, അത് നിങ്ങളുടെ ചെവിയെ നനയ്ക്കും, നിങ്ങളുടെ അവയവങ്ങളെ മൊത്തം നനച്ചുകൊണ്ട് അത് നിങ്ങളുടെ പാദത്തിലേക്ക് ഒഴുകും. ഇന്ന് രാത്രി ആ എണ്ണയുടെ ഒഴുക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരപ്പെടുമ്പോൾ നിങ്ങൾ കാണുന്നതിനെ ശുദ്ധീകരിക്കുന്ന, നിങ്ങൾ കേൾക്കുന്നതിനെ ശുദ്ധീകരിക്കുന്ന, നിങ്ങൾ തൊടുന്നതിനെ ശുദ്ധീകരിക്കുന്ന, നിങ്ങളുടെ അവയവങ്ങളെ മൊത്തമായി ക്രിസ്തുവിന്റെ സൗരഭ്യമുള്ള ഉപകരണമാക്കി രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ ആഴമായ ദൈവിക ദൂതുകൾ ഞങ്ങളോട് അരുളി ചെയ്യണമേ. ഒരു സുഗന്ധം പരത്തുവാൻ ആ എണ്ണയെ എന്റെ തലമേൽ ഒന്ന് ഒഴിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഹരോന്റെ തലമേൽ ഒഴിച്ച അഭിഷേക തൈലം അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിലേക്ക് നീണ്ടുവന്നു. അതേ ദർശനം തന്നെയല്ലേ പൗലോസിന്റെ തലമേൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒഴുക്കിയ എണ്ണയുടെ അഭിഷേകം? താൻ പിന്നെ എവിടെയെല്ലാം സ്പർശിച്ചോ അവിടെയെല്ലാം പകരപ്പെട്ടു.
സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ദിവസം ബിജി എന്നോട് പറഞ്ഞു, അച്ചാച്ചന്റെ ഉച്ചിയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോവുക, മൊത്തം പോവുക, ബോംബെയിലെ വെള്ളത്തിന്റെ ആയിരിക്കും. ഞാൻ പറഞ്ഞ്, ഈ നശ്വരമായ ലോകത്തിൽ ആരിതൊക്കെ ശ്രദ്ധിക്കാനാ? എന്നാലും സഹോദരിമാർക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം ഈ മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നത്. അവള് കുറെ എണ്ണ എന്റെ തലയിലോട്ട് ഒഴിച്ചു. അബദ്ധത്തിന് എന്റെ തല മുഴുവൻ ആ എണ്ണ കൊണ്ട് നിറഞ്ഞു. എന്റെ തലയിൽ നിന്ന് അത് ഒഴുകുമ്പോ എന്റെ കയ്യിൽ ആ എണ്ണയായി. പിന്നെ ഞാൻ എവിടെയൊക്കെ തൊടുന്നുവോ അവിടെയെല്ലാം എണ്ണയുടെ പാട് വരാൻ തുടങ്ങി. ഞാനിന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ. കൊറോണ വൈറസ് ഉള്ള ഒരു രോഗി എവിടെയൊക്കെ തൊടുന്നുവോ അവിടെയെല്ലാം അണുക്കൾ വ്യാപരിക്കുമെന്ന് സയൻസ് നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണയുടെ അഭിഷേകമുള്ള ദൈവ പൈതലെ, നീ തൊടുന്നിടത്തെല്ലാം ഈ അഭിഷേകത്തിന്റെ പാച്ചസ് വീഴണ്ടേ? നീ തൊടുന്ന രോഗികൾ സൗഖ്യമാകണ്ടേ? ഹല്ലേലൂയ, ആമേൻ. ആളി കത്തണ്ടായോ എണ്ണ അകത്തുള്ളവർ? എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാ ആമേൻ ആ ദൂത് ശോഭിക്കാത്തത്? എന്തുകൊണ്ടാ വെളിപ്പാടിന്റെ ശക്തി പ്രകാശിക്കാത്തത്? എന്തുകൊണ്ടാണ് രോഗികൾ സൗഖ്യമാകാത്തത്? എന്തുകൊണ്ടാ നമ്മുടെ ചർച്ചിന്റെ ധ്വനി ആമേൻ ഈ ദേശത്തൊന്നും പരക്കാത്തത്? നിന്റെ അകത്തുനിന്ന് ആ സ്വച്ഛ ജഡമാംസ തൈലത്തിന്റെ കൊടമൊന്ന് പൊട്ടട്ടെ. അതിനകത്തുനിന്ന് എണ്ണയുടെ ഒരു ഒഴുക്കുണ്ടാകട്ടെ. സഭയ്ക്കകത്ത് എണ്ണയുടെ ഒഴുക്കുണ്ടായാൽ, ഞാനൊരു ദൂത് പറയാം, നമ്മുടെ സഭയ്ക്കകത്ത് എണ്ണയുടെ ഒഴുക്കുണ്ടായാൽ, ഞാൻ ഫേസ് സിറ്റിയിൽ പറഞ്ഞു, ദൈവമക്കളെ, ഗൾഫിൽ കിടന്ന് ജോലി ചെയ്യുക നമ്മൾ. കാനഡയുടെയും UK-യുടെയും അമേരിക്കയുടെയും വിഷയം വിട്ടേ, ഗൾഫിൽ ജോലിക്ക് പോകുന്ന ഒരിക്കലും അറബികളെ അവരെ ധന്യരാക്കാൻ വേണ്ടി അല്ലല്ലോ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഗൾഫിൽ നമ്മുടെ സഹോദരന്മാര് സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് എയർപോർട്ടിൽ പോയി നിൽക്കണം? എന്തൊരു കരച്ചിലാണെന്നറിയാമോ? ഭയങ്കര സങ്കടമാ. എല്ലാവരെയും പിരിഞ്ഞ് എന്തുകൊണ്ടാ ഗൾഫിൽ പോന്നെ? ഗൾഫിൽ വീസ എടുത്ത് എത്രയോ പേര് ഗൾഫിൽ, കാരണം അവിടെ നല്ല സാലറി ഉണ്ട്. എന്തുകൊണ്ടാ നല്ല സാലറി കിട്ടുന്നത്? അവിടെ എണ്ണയുണ്ട് അവന്റെ ഭൂമിയുടെ അടിത്തട്ടിൽ. സ്തോത്രം. ഇന്ന് രാത്രി എന്തുകൊണ്ടാ സഭയ്ക്കകത്ത് ആള് വരാത്തെന്നറിയാമോ? എണ്ണ നമ്മുടെ ഭൂമിക്കടിയിൽ ഉണ്ടായിട്ടും ഈ എണ്ണയുടെ ഒരു ഒഴുക്കിനെ നമ്മൾ അനുവദിക്കുന്നില്ല. ആമേൻ. ഇന്ന് രാത്രി വലിയ കുഴൽ കിണറുകളൊക്കെ അടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ആ എണ്ണ പുറത്തു വരാൻ നമ്മൾ തയ്യാറായാൽ, ഫെയ്ത്ത് സിറ്റിയോട് ഉൾപ്പെടെ ഞങ്ങളുടെ സ്വപ്നം ഇതാണ്. നിങ്ങൾ ഏത് സഭയിലായിരിക്കണോ ആ സഭയിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. Yes, this is the dream of the Faith City, that you may be a firebrand for the kingdom of God. നിങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ ആത്മാവിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ പ്രയർ ലൈനിൽ നിങ്ങൾ വന്നല്ലോ, നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ പോകുന്ന സഭ യേശുവിന്റെ നാമത്തിൽ തീജ്വാലയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ആ അഗ്നിയിൽ കത്തട്ടെ. ആ എണ്ണയുടെ ഒഴുക്ക് നിങ്ങളുടെ സഭയിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ദൈവദാസന്റെ നാവ് അഗ്നിനാവായി മാറട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഈ പ്രയർ ലൈനിൽ ഒരു ദിവസം ഉണർവുണ്ടായപ്പോൾ, രാത്രി 1:30-2 മണിക്ക് പ്രയർ നിൽക്കാൻ പറ്റാതായപ്പോ, ദൈവത്തിന്റെ ആത്മാവിൽ ആരോ പ്രവചിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്. ഇതിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും ലോഗിൻ ചെയ്യുന്നവന്റെ മേൽ ഈ അഗ്നി പടരും. അഗ്നിക്കൊരു പ്രത്യേകതയുണ്ട്. അഗ്നി തൊടുന്നവനെ എല്ലാം പിടിക്കും. ആമേൻ. തൊടുന്നവരെ എല്ലാം പിടിക്കും. ആമേൻ. ഹല്ലേലൂയ. എണ്ണയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ അഗ്നിയെ ആളി കത്തിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ശത്രുവിന് നിന്നെ ഇഷ്ടമല്ലാത്തത് എന്താണെന്നറിയാമോ? ശത്രു നിന്നെ ടാർഗറ്റ് ചെയ്തത്, കുവൈറ്റിനെതിരെ യുദ്ധം ചെയ്തത്, ആമേൻ, സൗദിക്കെതിരെയൊക്കെ മറ്റ് രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല. അവന്റെ എണ്ണയുടെ ശേഖരമുണ്ട്. ആത്മാവി ഞാൻ പറയട്ടെ, നിന്റെ തലമേൽ എണ്ണയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് പോരാട്ടം ഉണ്ട്. നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തിലും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാ. അങ്ങനെ പോരാട്ടം ഉണ്ടെങ്കിൽ ഓർത്തോളം, നിന്റെ തലമേൽ അഭിഷേക തൈലം വീണിട്ടുണ്ട്. പ്രതികൂലമുണ്ടെങ്കിൽ ഓർത്തോണം, you are anointed. Can you just say with me, I am anointed? 1000 പാസ്റ്റർമാര് മുമ്പേ കാണും. എന്റെ വിശ്വാസികൾക്ക് പോലും അറിയാത്ത പ്രതികൂലങ്ങൾ ഇന്നേ ദിവസവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വിശ്വാസികൾക്ക് പോലും അറിയത്തില്ല ഞാൻ എന്തോ ഒരു പ്രതികൂലത്തിലൂടെയാ പോകുന്നത്. ആമേൻ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അതിൻ്റെ അകത്തും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, you are anointed. ഇന്ന് രാത്രി വിളിച്ചു പറ, God, I am anointed with your spirit.
Spirit. I am anointed. ഞാൻ അഭിഷേകമുള്ളവനാണ്. ഞാൻ അഭിഷേകം. ഇന്ന് രാത്രി നാവെടുത്തൊന്ന് പറയാമോ? ആ എണ്ണയുടെ അനുഭവത്തെ ദൈവം പകരുന്നു. Can you just say with me, I am anointed. I am anointed. എന്റെ യേശു അവൻ അഭിഷക്തനാണെങ്കിൽ, ആമേൻ, മശിഹ the anointed one ആണെങ്കിൽ, അവൻ എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. The one who is in me is greater than the world. Hallelujah. നമ്മുടെ ദൈവം ആരാ? ഈ ഭൂമിക്കടിയിൽ കണക്കിന് ഈ ഭൂമിക്കടിയിൽ ടൺ കണക്കിന് എണ്ണയെ നിറച്ച നമ്മുടെ ദൈവമാണെങ്കിൽ, ആമേൻ, ഇന്നു രാത്രിയിൽ ആ എണ്ണ കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ ദൈവത്തിന്, ആമേൻ, ഹല്ലേലൂയ, പഞ്ഞമില്ല കേട്ടോ. ശ്രദ്ധിക്കണമേ, ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്മക്കരുള്ള മുന്തിരിത്തോട്ടത്തിലൂടെ പോകുന്നു. അപ്പം മുമ്പേ പോകുന്നു, മകൻ അമ്മ പുറകെ പോകുന്നു, മോൻ അതിന്റെ പിന്നെ പോകുന്നു. നിങ്ങൾ എന്റെ കൂടെ വന്നേ. മുന്തിരിത്തോട്ടത്തിനകത്ത് എവിടുന്ന സിംഹം വരുന്നേ? മുന്തിരിത്തോട്ടത്തിനകത്ത് എവിടുന്ന ബാലസിംഹം വരുന്നേ? മുന്തിരിത്തോട്ടം യഹൂദന്റെ ധനാഗമന മാർഗമാണ്. അദ്ദേഹത്തെ സിംഹം വരാൻ സാധ്യതയില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സ്ഥലത്തുമായിരിക്കും അഭിഷേകമുള്ളവർക്ക് പ്രതികൂലം വരുന്നത്. ഗെറ്റ് റെഡി. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ബി കോൺഷ്യസ് and be alert. ഒന്ന് അലർട്ട് ആയിട്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം ഏത് സമയവും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ബിക്കോസ് യു ആർ അനോയിന്റഡ്. യേശുവിൻ നാമത്തിൽ. അപ്പനെ വേണ്ടാത്ത സിംഹത്തിന്, അമ്മയെ വേണ്ടാത്ത സിംഹത്തിന് അഭിഷേകം തലയിൽ വീണ ശിംശോനെ ആവശ്യമായിരുന്നു. എന്തിനെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വീണിട്ടുണ്ടെന്ന് പിശാചിനറിയാം. ആമേൻ. നിങ്ങളുടെ ധനാഗമന മാർഗത്തിനകത്ത് നിങ്ങളെ അതിനകത്തേക്ക് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ മുന്തിരിത്തോട്ടത്തിനകത്ത് പതുങ്ങിക്കിടന്ന പോലെയുള്ള ചില ബാലസിംഹങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കേണ്ട നിങ്ങളെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ നിന്ന് വഴുതി മാറ്റി നിങ്ങളെ പാപത്തിന്റെ കെണിയിൽ കുടുക്കി പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ചില അന്ധകാരങ്ങളെ ആത്മമണ്ഡലത്തിൽ ഒറ്റ മനുഷ്യനെ പോലെ തോപ്പിക്കാൻ കയ്യിലൊന്നുമില്ലാതിരിക്കെ കൂടെ, അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്ന നമ്മുടെ കൂടെ ആളുമില്ലാതിരിക്കെ ബാലസിംഹത്തെ ആട്ടുകൊറ്റനെ പോലെ വലിച്ചു കീറാൻ നിങ്ങളുടെ തലമേലിന്ന് രാത്രി സ്വർഗം അഭിഷേകത്തെ പകരുക. കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറയുടെ മേൽ, അത് രോഗമായിക്കൊള്ളട്ടെ, ഭൂതങ്ങളായിക്കൊള്ളട്ടെ, അന്ധകാരങ്ങളായിക്കൊള്ളട്ടെ, പൈശാചിക മേഖലകളായിക്കൊള്ളട്ടെ, അത് മന്ത്രവാദമായിക്കൊള്ളട്ടെ, അത് ആഭിചാരമായിക്കൊള്ളട്ടെ, യേശുവിൻ നാമത്തിൽ വലിച്ചു കീറുന്ന അഭിഷേകം. അഭിഷേക തലയിൽ വീണ ദാവീദ് അവന്റെ ബലലുകളെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ എണ്ണയുടെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വരട്ടെ. ഞാനൊരു പാസ്റ്ററാ, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ തലമേലെല്ലാം ദൈവം ഇന്ന് രാത്രി അഭിഷേക തൈലത്തെ ഒഴുക്കുക. Wherever you touch us, there will be an impartation. Wherever you go, there will be the smell of pleasing aroma. നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ ആ സ്ഥലം എത്ര ദുർഗന്ധമുള്ള സ്ഥലമാണെങ്കിലും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേക തൈലത്തിന്റെ ആ സുഗന്ധം ആ നാട്ടി മുഴുവൻ പരക്കും. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ അഭിഷേകത്തെ ജനം തിരിച്ചറിയും. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ ജനം തിരിച്ചറിയും. ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയാം. ഇതാരോടാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ വാടകോരുവാനായി നിങ്ങളുടെ മേൽ മാലിന്യ കൂമ്പാരങ്ങളെ വർഷിച്ചുകൊണ്ട് അപവാദങ്ങളുടെ ശരയമ്പുകൾ നിങ്ങൾക്ക് നേരെ പിശാചിനെ വിടുമ്പോൾ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഇന്നു രാത്രി ഹല്ലേലൂയ, ആ അപവാദങ്ങൾക്കൊന്നും നിങ്ങളെ തൊടുവാൻ കഴിയാതെ ഇന്നു രാത്രി ആത്മമണ്ഡലത്തിൽ നിങ്ങളെ സുഗന്ധമുള്ളവരാക്കി ദൈവം മാറ്റുന്നു. സുഗന്ധമുള്ളവരാക്കി മാറ്റുന്നു. എണ്ണയുള്ളിടത്തേക്ക് ജനം തേടി വരുന്നത് പോലെ നിങ്ങളുടെ അകത്തുനിന്ന് എണ്ണയുടെ ഒഴുക്കുണ്ടായാൽ ജനം നിങ്ങളെ തേടിയെത്തും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുമെന്ന് കണ്ടാൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. തേടിയ ഇന്നലെ രാത്രിയില് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോ അരുണാചൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു മീറ്റിംഗ്. അരുണാചൽ എന്ന സ്ഥലം, അയ്യോ, അവിടുത്തെ ദൈവമക്കളെ സാക്ഷ്യം കേട്ട് ഞാൻ കോരി തരിച്ചിരുന്നു പോയി. ആമേൻ. ഒരു MP പ്രാർത്ഥിക്കാൻ ചെന്നു.
ഒരു MP 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു MP ഒരു ചെറിയ പ്രാർത്ഥനാ കുട്ടമേൽ പ്രാർത്ഥിക്കാൻ ചെന്നു. MP ചെന്നത് ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. MP ചെല്ലുന്നത് അരുണാചൽ പ്രദേശിൽ, MP ചെല്ലുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടാ. MP-ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ യേശുവിന്റെ നാമമെന്ന് കേട്ടപ്പോൾ ബോധം കെട്ട് താഴെ പോയി. അത് കണ്ട MP രക്ഷിക്കപ്പെട്ടു. ആ മീറ്റിംഗിൽ അരുണാചൽ പ്രദേശിലെ ഒരു പെൺകൊച്ച്, അവിടെ കണ്ണിന്റെ കാഴ്ച ശക്തി, പിറവിയിലെ അവൾ കണ്ണിന് കാഴ്ചയില്ലാത്തവൾ, അവളാണ് ഇന്നലെ രാത്രിയിലത്തെ മീറ്റിംഗിൽ പാടിയത്. അവിടെ കണ്ണ് ദൈവം തുറന്നു. അവിടെ അങ്കിൾ ഒരു പോലീസുകാരനാ. അയാള് അത് അറിഞ്ഞ് ഓടി വന്ന് അയാളെ സ്വർഗം തൊട്ടു. അയാൾ രക്ഷിക്കപ്പെട്ടു, അയാൾ സ്നാനപ്പെട്ടു, അയാൾ അഭിഷേകം പ്രാപിച്ചു. അയാൾ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാ. പിന്നീട് അയാളുടെ ജയിലിനകത്ത് ഉണർവ് നടന്നെന്ന്. അയാള് തൊടുന്നിടത്തല്ല ആൾക്കാർ അഭിഷേകം പ്രാപിക്കുക, അയാൾ തൊടുന്നിടത്തല്ല രോഗികൾ സൗഖ്യമാകുക. അരുണാചൽ പ്രദേശിൽ വലിയ ഉണർവുണ്ടായി. ഇന്നലെ ഈ പൊട്ടക്കണ്ണിയായിട്ട് കർത്താവ് സൗഖ്യമാക്കിയ പെൺകൊച്ചു വർഷിപ്പ് ചെയ്തപ്പോ അവിടെ സാക്ഷ്യം കേട്ട് അവിടെ അപ്പന്, നിങ്ങൾ മലയാളികളെ എന്നോട് പിണങ്ങരുത്, അപ്പന് 8 ഭാര്യമാരുണ്ടായിരുന്നു. 8 ഭാര്യമാർ, 65 കുഞ്ഞുങ്ങൾ. അവിടെ വീട്ടില് ചേട്ടനും അനിയനും എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 65 കുഞ്ഞുങ്ങൾ അവിടെ വീട്ടില്. അത്രയ്ക്ക് വലിയ ആത്മീയ പാപ്പരത്വമുള്ള അവിടെ വീടിനെ സ്വർഗം തൊട്ടു. ആമേൻ. ഹലോ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഇങ്ങനെ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് വന്നാൽ മതി, അതൊരു മെഗാ ചർച്ചായി മാറുമല്ലോ. അവരുടെ സംസ്കാരം അങ്ങനെയായിരുന്നു. കർത്താവ് അവരെ തൊട്ട് കേട്ടോ. യേശുവിന്റെ വെളിച്ചം, ആമേൻ, വെള്ളി വെളിച്ചം അരുണാചലിനെ തൊട്ടു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നേ നിങ്ങൾ യുകെയിലുള്ള ദൈവമക്കളുണ്ട്, നിങ്ങളെ ആത്മാവിൽ ബ്ലസ് ചെയ്യുക. Let the light of gospel shine through you. യേശുവിൻ നാമത്തിൽ വലിയ ഉണർവ് ഉണ്ടാകട്ടെ, വലിയ ഉണർവുണ്ടാകട്ടെ. ഇനി ഒത്തിരി വിസിറ്റിംഗ് പാസ്റ്റേഴ്സിനൊന്നും ചിലപ്പോ കുറെ നാളത്തേക്ക് വരാൻ പറ്റത്തില്ലായിരിക്കും. അതെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്ന്. ഹല്ലേലൂയ. ഇന്ത്യയിലേക്ക് നിങ്ങൾക്കറിയാമോ, ഞാനൊരു കാര്യം രഹസ്യം നിങ്ങളോട് വിളിച്ചു പറയാം. പ്രധാനപ്പെട്ട അഭിഷിക്തന്മാർക്കൊന്നും ഇന്ത്യയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരെയും ബാൻ ചെയ്തിരിക്കുകയാണ്. വലിയൊരു മീറ്റിംഗിനായിട്ട് പാസ്റ്റർ ബെന്നിഹിനെ ഇറക്കിയില്ല. ഇന്ത്യൻ ഗവൺമെന്റ് തിരിച്ചയച്ചു. ദുബായിൽ വന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. ഒത്തിരി മിഷണറിമാർക്ക് വീസ കിട്ടുന്നില്ല. നോട്ട് ബിക്കോസ് ഓഫ് കൊറോണയ്ക്ക് മുമ്പ് തന്നെ ഈ ഗവൺമെന്റിന്റെ ഒരു സ്ട്രാറ്റജിയാണത്. പക്ഷെ അതിലൊന്നും നമുക്ക് ശങ്കയില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാനൊരു തലമുറയെ എണ്ണ കൊണ്ട് നിറച്ചു പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആമേൻ. ഇനി വെള്ളത്തൊലിയുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നവനെ അല്ല ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണമേ, ബ്രൗൺ സ്കിൻ ഉള്ള മലയാളിയെ ഗെറ്റ് റെഡി. ഹല്ലേലൂയ. ഇന്ത്യയിലെ ബ്രൗൺ സ്കിൻ ഉള്ള എന്റെ മക്കളെ ഞാൻ ഉപയോഗിക്കാൻ പോവാ. ജർമ്മനിയിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും പാരീസിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒത്തിരി ദൈവദാസന്മാർ വില കൊടുത്ത് ഭാരതത്തിൽ വന്ന് ശുശ്രൂഷിച്ചെങ്കിൽ അവര് വിതച്ച വിത്തിന്റെ വിത്ത് കിളിർത്തതിന്റെ ഫലമായി എണ്ണയുടെ അഭിഷേകവുമായി രാജ്യങ്ങളിലേക്ക് എണ്ണ വറ്റിപ്പോയ സഭകളിൽ, കരുന്തിരി എരിയുന്ന സഭകളിലെ ആളി കത്തിക്കാനായി നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യുക. ജോജി ബ്രദറെ, താങ്ക് യു ലോർഡ് ജീസസ്. ഗോഡ് ഈസ് ഫില്ലിംഗ് യു. മോളിയാനി, കർത്താവ് അഭിഷേകം ചെയ്യുക. Get ready to travel. Get ready to travel in the name of Jesus. എണ്ണ വറ്റിപ്പോയ ചില സഭകൾ വലിയ ടാങ്കർ ലോറിയിൽ പോയി എണ്ണ അടിക്കുന്നത് പോലെ എണ്ണ കിണറുകൾ യേശുവിന്റെ നാമത്തിൽ പൊങ്ങി വരട്ടെ. ആത്മീയ പാപ്പരത്വം മാറണമോ? നമ്മുടെ സ്റ്റേജുകളിൽ നിന്ന് എണ്ണയുടെ ഒഴുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. എണ്ണ എവിടെയുണ്ടോ അവിടേക്ക്, ഹല്ലേലൂയ, ശവങ്ങൾ എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ കൂടും. അത് ദൈവത്തിന്റെ വചനത്തിലെ ഒരു വാക്യമാണല്ലോ. അങ്ങനെയാണ് ഇന്ന് രാത്രി പറയട്ടെ, എണ്ണയുടെ ഒഴുക്കുണ്ടെങ്കിൽ നമ്മളെ തേടി ആൾക്കാർ വരും. യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഞാൻ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ കൂടുന്ന സഭയെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ. ഞാനിങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്റെ ക്ലാസിന്റെ അവസാനിപ്പിക്കാൻ നാളെ നമ്മൾ പ്രാവെന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യം ദൈവം അനുവദിച്ചാൽ സ്തോത്രം നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്.
ഇന്നലത്തെ അരുണാചലിലെ സാക്ഷ്യം ഞാൻ കേട്ടു. ആകെ 20-25 മലയാളികളുള്ള ഒരു ചെറിയ ചർച്ച്. ആ ചർച്ചില് ഈ MP-ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണർവുണ്ടായപ്പോ ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി. ഉണർവിന്റെ പ്രത്യേകത ഏതാ? ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി. ജനങ്ങൾ പാപവഴികൾ വിട്ട് ആ ചർച്ചിലേക്ക് ഇടിച്ചു കയറിയപ്പോ ഒരു മലയാളി പെൺകൊച്ച് ഒരു സൺഡേയിൽ അവിടെ ചെന്നപ്പോ അവിടെ ഗോത്രവർഗക്കാരിയായ ഒരു പെൺകൊച്ച് അവിടെ സ്ഥലത്തിരിക്കുക. അവൾ വർഷങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അവൾ ഈ ഗോത്രവർഗക്കാരി പെൺകൊച്ചിനെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ വർഷങ്ങളായിട്ടിരിക്കുന്ന സ്ഥലമാ, നീ വേണമെങ്കിൽ ബാക്കിൽ പോയിരുന്നോളാം. അവള് ചിരിച്ചോണ്ട് പറഞ്ഞു, ആമേൻ, ആ സീസൺ കഴിഞ്ഞു കേട്ടോ, ആ സീസൺ കഴിഞ്ഞു. ഞാൻ ആദ്യം വന്ന് എന്നെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നതാ. ഞാൻ പ്രാപിക്കാനാ ഇവിടെ വന്നിരിക്കുന്നേ. നീ താമസിച്ചു വന്നതല്ലേ? ഞാൻ 8 മണിക്ക് ഇവിടെ വന്നതാ പ്രാപിക്കാൻ. നീ കാർ ഷെഡിൽ പോയിരുന്നു കേട്ടോളാൻ പറഞ്ഞു. നീ കാർ ഷെഡിൽ പോയിരുന്നു കേട്ടോ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, ഈ റിവൈവൽ സംഭവിക്കുമോ? ആമേൻ, ഹല്ലേലൂയ. ഓ റബ ശബ്ദന, ഞാൻ ആത്മാവിൽ കാണുക. ഗെറ്റ് റെഡി ഫോർ ദ റിവൈവൽ. ആരൊക്കെ ഉണ്ട്? ഇല്ല, നമുക്ക് വിഷയമല്ല. എണ്ണ നിന്റെ അകത്തുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസം എന്റെ കർത്താവിനെ. എനിക്ക് വേറെ ബിൽഡിങ്ങോ ഒന്നും കണ്ടോണ്ടല്ലല്ലോ നമ്മൾ മുമ്പേ വന്നത്. എന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകവും എണ്ണയുടെ അഭിഷേകവും എന്റെ പേരുണ്ടെങ്കിൽ എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. As I told you earlier, you are your God. When you join your hands together, you are a miracle. Yes, you plus your God. Miracle ആകട്ടോ. നീ നിന്റെ ദൈവത്തോട് കൈകോർക്കുമ്പോൾ ഭൂമിയും സ്വർഗവുമായി കൈകോർക്കുക. When you join your hands together with your Dada, hallelujah, ഭൂമിയിൽ അത്ഭുതം സംഭവിക്കും. Oh Rabba, when you touch your God, you touch the heaven, and the heaven will reach the earth. യേശുവിന്റെ നാമത്തിൽ നീ ചലിക്കുമ്പോൾ പറ, ഞാൻ ചലിക്കുമ്പോൾ സ്വർഗം എന്റെ കൂടെ ചലിക്കുന്നു. ഞാൻ ചലിക്കുമ്പോൾ അഭിഷേകം എന്റെ കൂടെ ചലിക്കുന്നു. 1000 ആമേൻ അഭിഷക്തന്മാര് ഈ പ്രേലയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ആക്ഷേപങ്ങൾക്ക് ചെവി കൊടുക്കാതെ, ആമേൻ, നാണക്കേടില്ലാതെ, നാണക്കേടില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ കാണുന്ന ദർശനം ഇതാണ്. എണ്ണക്കിണറിന് തീയിട്ടതുപോലെ ആളി കത്തുന്ന അവസ്ഥ. ആർക്കും എള്ളമൊഴിച്ച് കെടുത്താൻ പറ്റാത്ത ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒന്നിനും അടുത്തു നിൽക്കുന്ന പച്ചമരങ്ങൾ പോലും കത്തിയമരുന്നത് പോലെയുള്ള കാട്ടുതീ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ റിവൈവൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ.